കഴിഞ്ഞ ദിവസം ജർമ്മൻ വൈസ് ചാൻസലർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തണമെങ്കിൽ അത് ട്രംപിനെ കൊണ്ടൊന്നും പറ്റില്ല. അത് ഇനി ലോകത്ത് അത് പറ്റുമെങ്കിൽ അത് ഒറ്റ ഒരാളെ തന്നെയുള്ളൂ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിന് ഈ പറയുന്ന ട്രംപ് വേസ്റ്റാണ് എന്നുള്ള രീതിയിലൊരു വർത്തമാനം നമ്മുടെ ജർമ്മൻ വൈസ് ചാൻസലർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കേട്ട് ട്രംപ് ഒന്ന് വിഷണ്ണനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് ഇത് പറയാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിംഗിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ പേര് ജർമ്മൻ ചാൻസലർ ഫെർഡിക് മേഴ്സ് അദ്ദേഹം പറഞ്ഞത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, ഒക്കാത്ത കാര്യം ഒക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ യുദ്ധം ഈ പറയുന്നത് പോലെ നിർത്തുന്നതിന് വേണ്ടി അമേരിക്കയും റഷ്യയും തമ്മിൽ അലാസ്കയിൽ ചർച്ച നടത്തിയതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്ന ഒരവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതിനകത്ത് ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് ഡൽഹി മുഖേന ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പാവുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയാത്ത കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ കഴിയാത്ത കാര്യത്തെപ്പറ്റി വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പം രാജ്യത്തിനകത്ത് ഇന്നത് പറയണം, ഇന്നത് പറഞ്ഞുകൂടാ എന്നുള്ള ഒരു തിട്ടൂരത്തിൽ നിന്ന് മാറി അഭിപ്രായം പറയുന്ന അവസ്ഥയിലേക്ക്, അത് ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്നായാലും നാറ്റോയിൽ നിന്നായാൽ പോലും അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ പറയുന്ന നമ്മൾ വരുത്തിയ ഒരു മാറ്റം, നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ തീരുമാനമുണ്ട്, നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കരാർ ഒപ്പിട്ട് മോദി സംസാരിച്ചു. അന്നേരം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മൾ കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും 15 കൊല്ലത്തേക്ക് 1 ബില്യന്റെ കരാർ ഒപ്പിട്ട് കഴിയുമ്പോൾ അവരും പറയുന്നത് നിങ്ങളെ ഈ പറയുന്നത് പോലെ യുദ്ധം തീർക്കാൻ വേണ്ടി ഒന്ന് ഇടപെടണം. ഇപ്പം ഇതിനകത്ത് വിജയ് വരാൻ പോകുന്ന ഒരു സംഭവം, യുദ്ധം ഇന്ത്യ തന്നെ തീർക്കും. തീർക്കും എന്ന് പറഞ്ഞാൽ ഈ സമാധാന അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മേളനം എനിക്ക് തോന്നുന്നു ഡിസംബറിന് മുമ്പ് കണ്ട് ഇന്ത്യ വെച്ചാ കൂടും. ആ സമയത്ത് ഈ പറഞ്ഞ യുക്രൈന്റെ സെലൻസ്കിയും റഷ്യൻ അല്ലെങ്കിൽ പുടിനും ഒക്കെ ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് ഇത് തീർത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് ഈ യുദ്ധം ഡിസംബർ ആകുമ്പോഴത്തേക്ക് തീരും. അപ്പോഴത്തേക്ക് റഷ്യക്ക് ആവശ്യമുള്ളതൊക്കെ റഷ്യ പിടിക്കും. മനസ്സിലായില്ലേ? ഈ റഷ്യക്ക് ആവശ്യമുള്ള സാധനമൊക്കെ റഷ്യ കൈക്കലാക്കി ഒരവസ്ഥയിലെത്തും. അപ്പൊ അതിനുശേഷം യുദ്ധം നടത്തും. ഇപ്പം ഇവരൊക്കെ പറയുന്നതിനകത്ത് ഈ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴീ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതുപോലെ 51% ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗ്യാസും ഒക്കെ അവിടെ നിന്ന് മേടിച്ചേ പറ്റത്തുള്ളൂ. മേടിക്കാതിരുന്നാൽ ആ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും, അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സിനെയൊക്കെ ബാധിക്കും, രാജ്യം മുന്നോട്ട് പോകത്തില്ല. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിയേ ഒക്കത്തുള്ളൂ. അപ്പം രണ്ടാമത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പൈസ മുടക്കുന്ന ആരാ? ഇത് തുടങ്ങിയത് ആരാപ്പ? തുടങ്ങിയത് ഈ നാറ്റോയ്ക്കകത്ത് ചേരണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ റഷ്യക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി നാറ്റോയ്ക്കകത്ത് ചേർന്ന് റഷ്യ പറഞ്ഞ ഒക്കത്തില്ല, അന്ന് തുടങ്ങിയ യുദ്ധമാണ്. അപ്പൊ അതിന് പൈസ മുടക്കുന്ന അന്ന് തൊട്ടാരാ? പൈസ ആവശ്യം പോലെ മുടക്കിയത് ഈ പറയുന്ന അമേരിക്കയും ഈ യൂറോപ്യൻ കൺട്രീസും. അതിനകത്ത് അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അമേരിക്കയെ പൈസ മുടക്കി റെയർ മെറ്റീരിയൽസിന്റെ വൻ ശേഖരണമുള്ള ഒരു സ്ഥലമാണ് ഈ യുക്രൈൻ എന്ന് പറയുന്നത്. അത് മൊത്തം അവൻ അവിടെ കൈക്കലാക്കി കഴിഞ്ഞപ്പോ ഇനിയൊന്നും കൈക്കലാക്കാനില്ല. കാരണം നമ്മൾ പറയത്തില്ല, അണ്ടർവെയർ വരെ ഊരി മേടിച്ചു. ഇനിയിപ്പോ യുദ്ധം നിർത്തണം. യുദ്ധം നിർത്തിയില്ലെങ്കിൽ എന്താ? നടക്കേണ്ട കാര്യം നടന്ന് യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പൊക്കോണ്ടിരിക്കുന്നത്. ഇതുവരെ കൊടുത്ത പൈസയുടെ ലക്ഷ്യം വെച്ചിട്ട് ഉള്ള ഈ സാധനം, റെയർ മെറ്റീരിയൽസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ മേടിച്ചു കഴിഞ്ഞപ്പോ ഇനി അവനവന്റെ വഴിക്ക് പോട്ടി, ഇവൻ ചത്തോ ജീവിച്ചോ അറിയേണ്ട കാര്യമൊന്നുമില്ല. സായിപ്പിന്റെ ഒരു സ്വഭാവം അറിയാലോ. അപ്പൊ അതാണ് ഇപ്പം യുദ്ധം നിർത്താൻ തുടങ്ങിയപ്പോൾ ആര് പറഞ്ഞ നിർത്തണമെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ഒരു കാരണം ഉണ്ടാവും. റഷ്യ പറയുന്നത് യുദ്ധം തുടങ്ങിയതിന് ഒരു കാരണമുണ്ട്. ഞാനിപ്പോ തുടങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുമ്പം യുദ്ധം തുടങ്ങാനും തോന്നുമ്പം നിർത്താനും നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനും അല്ലെങ്കിൽ എന്നെ സാമ്പത്തികമായിട്ടൊന്ന് അടിക്കാനും ഒക്കെ അപ്പൊ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഞാനിപ്പം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ സാമ്പത്തിക നഗരമായിട്ടുള്ള നഗരങ്ങൾ 1-2 ഈ പറയുന്ന റഷ്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് നാളെ ചർച്ച ചെയ്തപ്പോഴേ പറഞ്ഞു അതിങ്ങനെ മേടിച്ചതാ. ഞാൻ അല്ലെങ്കിൽ അതിനകത്ത് കയറി എനിക്ക് അങ്ങോട്ട് കയറി പോകണ്ട. ഇപ്പൊ ഞാൻ പട്ടാളം കയറിയിടം വരെ കാര്യങ്ങൾ നിർത്തിയേക്കാം, കിവി ഉൾപ്പെടെയുള്ള തന്നേക്ക് എന്നുള്ള രീതിയിലേക്ക്. അപ്പം
അതാണ് ഈ പുടിന്റെ തീരുമാനം. പുടിന്റെ തീരുമാനം തന്നെ ആയിരുന്നല്ലോ അന്ന് ഇതിന് ശേഷം ഇദ്ദേഹം വെളിയിൽ ഇറങ്ങി പറഞ്ഞത്. അപ്പൊ പുടിനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പുടിൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവരെ ഈ യൂറോപ്യൻ യൂണിയൻ അദ്ദേഹം ഇതിനകത്ത് ചർച്ച വന്നതിനകത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ രക്ഷയ്ക്ക് ചെല്ലും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിന് ശേഷമായാലും നാറ്റോയുടെ യൂറോപ്യൻ യൂണിയന്റെ ഒരു രക്ഷയും മേൽനോട്ടവും ഒക്കെ കാണും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള സംസാരം കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഷയിൽ പറയും, എനിക്ക് ബോധ്യം വന്നാലുണ്ടല്ലോ ഇതിനകത്ത് നിങ്ങളുടെ സഹായം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പിന്നെ ഇനിയും അതിനകത്ത് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വന്ന് ഇറങ്ങി അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധ്യം വന്നാൽ ഞാൻ വെച്ച് കീച്ചത്തേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പുടിൻ നോക്കിയിരിക്കുക ഏത് സമയത്ത് ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്നാലും മിസൈൽ ഇടുമെന്നുള്ള കാര്യത്തെ പറ്റി നമ്മള് സമയത്തിനകത്തുള്ള വ്യത്യാസമേ ഉള്ളൂ, അയാൾ അതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്ക് പറയും, എങ്ങനെയും ഇത് ഒഴിവാക്കി പോയില്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ് വിജയ് എല്ലായിടവും. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ നാട്ടിൻപുറത്ത് കാറെ കയറി കൂട്ടുവിട്ട് നടക്കും, പണ്ടത്തെ കാര്യങ്ങളൊന്നുമില്ല, എന്നാ ഇതാ നടന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറയുന്നുള്ള പല രാജ്യങ്ങളും ഉണ്ട്. പല രാജ്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവാ, നമുക്കറിയാമോ? അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവാ. റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. 2008 സാമ്പത്തിക മാന്ദ്യത്തെ പറ്റി റിപ്പോർട്ട് ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്. എങ്ങനെയുണ്ട്? ലോകത്തെ വലിയ സാറാ, കോടീശ്വരനാ സാറിന്റെ അവസ്ഥ. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? ഇതൊരു ഈ രീതിയിലേക്ക് ലോകക്രമത്തിനകത്ത് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ പറയുന്നത് പിന്നെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ലല്ലോ. പറയുന്നു എങ്ങനെയും രക്ഷപ്പെടുത്തണം. വല്ലാത്തൊരു അവസ്ഥയിലായി. പുലിയുടെ വാലെ പിടിക്കുന്ന പോലെ. വാലെ പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ വാലേന്ന് വിടാതെ നമുക്ക് വീട്ടിൽ പോകാൻ ഒക്കത്തില്ല, വിടാതിരിക്കാനും പറ്റും. വിട്ടാവും പുലി കടിക്കും, വിടാതിരുന്നാൽ ഞങ്ങൾ വീട്ടിൽ പോകാൻ പറ്റും. ഇപ്പൊ ട്രംപിന്റെ ഒക്കെ അവസ്ഥ ഏതാ? യൂറോപ്യൻ യൂണിയന്റെ നാറ്റോയുടെയും ഈ യുദ്ധത്തിനകത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞത് പുലിയുടെ വാലെ പിടിച്ച അവസ്ഥയാണ്. കാരണം ഇത് യുദ്ധം നിർത്താനും പറ്റത്തില്ല. യുദ്ധം നിർത്തിയാ പോയില്ലേ, ആയുധങ്ങൾ പമ്പ് ചെയ്യുന്ന കൊടുത്താൽ പോയില്ലേ, മൊത്തം റഷ്യ പിടിക്കും. റഷ്യ പറഞ്ഞാൽ നമുക്ക് യുദ്ധം ചെയ്ത് തീർക്കാം. റഷ്യ പറഞ്ഞാൽ യുദ്ധം ചെയ്ത് റഷ്യക്ക് അറിയാം യുദ്ധം ചെയ്ത് തീർക്കാമെന്ന് റഷ്യ പറഞ്ഞു. അപ്പൊ ആ അവസരത്തിലാണ് ഈ രീതിയിൽ കാര്യം പറഞ്ഞത്, എങ്ങനെയെങ്കിലും തീർക്കണം, ഞങ്ങൾ നിങ്ങളുമായിട്ട് കരാറ്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കരാറ്, ഇന്ത്യയുമായിട്ട് ദീർഘകാലത്തെ ഈ പറയുന്ന സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയെ യൂറോപ്പും അല്ലെങ്കിൽ നാറ്റോയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള രാജ്യങ്ങൾ നടത്തുമ്പോൾ അവർ അതിനകത്ത് പറയുന്നത് ഞങ്ങളുടെ ഈ യുദ്ധം ഒന്ന് തീർത്തു തരുന്നതിന് വേണ്ടി ഇന്ത്യ ഇടപെടണം. റഷ്യയുമായിട്ട് അല്ലെങ്കിൽ പുടിനുമായിട്ട് ഒരു കാര്യം കൃത്യമായിട്ടും ദീർഘമായിട്ടും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. മാത്രവുമല്ല ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് അത് സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ ബന്ധം അതാണ്. വേറെ ലോകത്ത് ഈ പറയുന്ന റഷ്യൻ അല്ലെങ്കിൽ പുടിനുമായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ തീർത്ത് സംസാരിക്കാൻ, ഇടപഴകി സംസാരിക്കാൻ, ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ അതിന് താല്പര്യമെടുക്കുന്ന മറ്റാരും പുടിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അമേരിക്കയെ കൊണ്ട് സാധിക്കാത്ത കാര്യം, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്, അമേരിക്കയെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത കാര്യം ഇന്ത്യയെ കൊണ്ട് സാധിക്കും. അത് ജർമ്മനി ഉൾപ്പെടെ ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയും. അത്തരത്തിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന യൂറോപ്യൻ യൂണിയനും ഒക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഈ രീതിയിൽ സംസാരിച്ച് ഇത് ഇദ്ദേഹം വെട്ടിത്തുറന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമ്മൾ ഈ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് ഈ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം.